ഹായ് ഓൾ, നമസ്കാരം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജയറാമേട്ടൻ്റെ പുതിയ പടം 2024 ആദ്യത്തെ പടം ഇന്നലെ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മളത് കണ്ടു. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ്. നമുക്കറിയാം, ഇതൊരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. മിഥുൻ മാനുവൽ തോമസ് ആണ് അതിൻ്റെ സംവിധായകൻ. അതേപോലെ ഡോക്ടർ രൺധീർ കൃഷ്ണയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ ജയറാം കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ അൻഷുർ രാജൻ, അതേപോലെ സെന്തിൽ കൃഷ്ണ, ജഗദീഷ് മുതലായവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അർജുന അശോകനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി ഒരു ക്യാമിയോ റോൾ എത്തുന്നുണ്ട്. അതും വളരെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരു 5-ാം പാതിക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസിൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഒരു ക്രൈം ത്രില്ലർ ആയിട്ടാണ് നമുക്ക് ഹോസ്റ്റലറിനെ വിശേഷിപ്പിക്കാം. 5-ാം പാതിരയുടെ അത്ര നമുക്ക് ഒപ്പം തന്നെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് പറ്റിയില്ലെങ്കിലും 5-ാം പാതിരയുടെ ഒപ്പം അതിന് താഴെ, അതായത് ആൾ തന്നെയാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് 5-ാം പാതിര ഒരു ക്രൈം ത്രില്ലർ ജാനറിൽ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയാനായിട്ട് 5-ാം പാതിരയുണ്ട്. അതിന് താഴെ നിൽക്കുന്നൊരു എന്താ പറയുക, വളരെ നല്ലൊരു പടമായിട്ട് ഹോസ്റ്റലറിനെ കാണാൻ പറ്റും. പ്രേക്ഷകരെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്ക്രീനിലേക്ക് പിടിച്ചു നിർത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഡയറക്ഷൻ. അതേപോലെ തന്നെ സ്റ്റോറിയും നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട്. ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിംഗ് ഓഫീസറായിട്ടാണ് നമ്മുടെ ജയറാമേട്ടൻ വരുന്നത്. അപ്പോൾ ജയറാമേട്ടൻ്റെ ഈ സിനിമയിൽ ഒരു തിരിച്ചുവരവ് മലയാള സിനിമയിലേക്ക് വീണ്ടും ആ പഴയ ജയറാമിനെ തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ജയറാമേട്ടൻ്റെ ഇതേപോലെ പോലീസ് വേഷങ്ങൾ, അതേപോലെയുള്ള വേഷങ്ങൾ വലിയ രീതിയിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയരുന്ന രീതിയിലുള്ള ഒരു പ്രകടനങ്ങൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. അത് പക്ഷേ ഈ ഒരു സിനിമയിൽ അത് മാറിയിട്ടുണ്ട്. കാരണം ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ അതേ മാനറിസം ആൾക്ക് അത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആളുടെ ആ ചില നോട്ടങ്ങളും അല്ലെങ്കിൽ ആളുടെ നടപ്പിൽ വരെ അത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് ജയറാമൻ എന്ന് പറഞ്ഞൊരു നടൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ജയറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കുറേ കാലങ്ങളായിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുള്ളതാണ്. തമിഴിലും മറ്റു സിനിമയിലൊക്കെ ഉണ്ട്. മലയാള സിനിമയിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു പോലീസ് ഓഫീസറുടെ ഒരു വേഷം ഒരു പക്ഷേ ശ്രദ്ധിക്കുന്ന ഒരു വേഷം ഒരു പക്ഷേ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ നോക്കിയിട്ട് അതിന് മുന്നേ നമ്മളൊരു ഫാമിലി ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ആളെ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത്. അതായത് വെറുതെ ഭാര്യ, അതേപോലെ മനസ്സിനേക്കര പോലെയുള്ള സിനിമകൾ. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു റിട്ടയർമെൻറ്റിൽ നിൽക്കുന്ന ഒരു വെറ്ററൻ പോലീസുകാരൻ, അത് മാനസികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു പോലീസുകാരൻ ആണ് ഇതിൽ അഭിനയിക്കുന്നത്. അതോടൊപ്പം ആളാണ് ഒരു കൊലപാതകത്തിൻ്റെ ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഇതേപോലെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിന് നമുക്കൊന്നും മടുപ്പ് തോന്നാത്ത രീതിയിൽ നമ്മുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു സംവിധാനത്തിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഈ ഒരു കഴിവിനെയാണ് നമുക്ക് ഇതിൽ എടുത്തു കാണിക്കേണ്ടത്. ആളെ എന്തായാലും തീർച്ചയായിട്ടും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയണം. മിഥുൻ മാനുവൽ തോമസ് എന്തായാലും ഈ സിനിമയിൽ ഒരു ഡയറക്ഷൻ്റെ മികവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, സൂപ്പർ. അതായത് 2024 ഇപ്പോൾ ഈ തിയേറ്ററിനെ എന്തായാലും മടക്കി വാഴുന്ന രീതിയിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ മറികടക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഹോസ്റ്റലറിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം അത്ര എന്താ പറയുക, ഒരു 2.5 മണിക്കൂർ സിനിമ വളരെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റി. അതേപോലെ പശ്ചാത്തല സംഗീതം ഈ മിഥുൻ മാനുവൽ തോമസിൻ്റെ കഴിഞ്ഞ സിനിമകളിലൊക്കെ 5-ാം പാതിര എടുത്താലും ശരി, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഈ പശ്ചാത്തല സംഗീതത്തിന് വളരെ വലിയ റോളുണ്ട്. അത് ഈ സിനിമയിലും നമുക്കത് കാണാൻ പറ്റി. ഇതൊക്കെ കൂടിയിട്ട് അതായത് ഒരു വളരെ നല്ലൊരു മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി കാണാം. ഇതൊരു ക്രൈം ത്രില്ലറാണ്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ സ്റ്റോറിയിലേക്ക് ഞാൻ കടക്കുന്നതിന് സ്പോയിലർ ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വെൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.